ഫുട്ബോൾ പ്രേമികളുടെ മിശിഹ, അവരുടെ മക്ക മെസ്സിയും അർജന്റീനയും. ആ ദൈവം, അവരുടെ പ്രിയപ്പെട്ട മെസ്സി കേരളത്തിലേക്ക് വരുന്നു. ഇതിൽ പരം എന്ത് സന്തോഷം! ശരിക്കും ഘടികാരം നിലച്ച സമയം. വരുമോ എന്ന് പലരും സംശയം ചോദിച്ചു. പക്ഷേ സ്പോൺസർ പറഞ്ഞുകൊണ്ടേയിരുന്നു മെസ്സി വരും കേട്ടോ എന്ന്. എന്തിന്? തീയതി വരെ പ്രഖ്യാപിച്ചു, നവംബർ 17. സാധ്യതയില്ല എന്ന് അർജന്റീനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. പക്ഷേ സ്പോൺസർ പറഞ്ഞു മെസ്സി വരും കേട്ടോ എന്ന്. ആകെ ബാക്കിയുണ്ടായിരുന്നത് ടിക്കറ്റ് വിൽപ്പന മാത്രമാണ്. എല്ലാം കഴിഞ്ഞു. ദാ ഇന്ന് പറയുന്നു നവംബറിൽ മെസ്സി വരില്ലെന്ന്. ഫിഫയുടെ അനുമതി വേണമത്രേ. അത് ഇന്നാണോ ഈ സ്പോൺസർ അറിഞ്ഞത്? ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക്. മിശിഹ വരുമ എന്ന് പറഞ്ഞ മലയാളികളുടെ മനം മുറിച്ചത് ആരാണ്? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ആരാണ് മെസ്സി വരുമെന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത്? ആരാണ് അർജന്റീനിയൻ ടീം കേരളത്തിൽ പന്ത് തട്ടുമെന്ന് പറഞ്ഞത്? അത് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ. സംസ്ഥാന സർക്കാരിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ കാവ്യങ്ങൾ എഴുതി. വെള്ളയിൽ നീല വരകളുള്ള ലക്ഷക്കണക്കിന് ഹൃദയങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ് എഴുതി. കേരളം സ്വപ്നം കണ്ടു തുടങ്ങി. ലോക ചാമ്പ്യന്മാർ നമ്മുടെ മണ്ണിൽ വരുന്നത് ഇനി സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമെന്ന് മലയാളികളെ പറഞ്ഞ് കൊതിപ്പിച്ചു. കരാറായെന്നും കളിക്കുക കൊച്ചിയിലെന്നും കേട്ടു. പിന്നെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തുടർച്ചയായി കേരളത്തിലെ ആരാധകർക്ക് പ്രതീക്ഷ നൽകി. ഇടയ്ക്ക് മെസ്സി വരുമെന്ന് ചില സംശയമൊക്കെ കേട്ടു. ചില അർജന്റീനിയൻ മാധ്യമങ്ങൾ തന്നെ വരാൻ സാധ്യതയില്ല എന്ന് പ്രവചിച്ചു. നമ്മുടെ സ്പോൺസർ ചില്ലറക്കാരനാണോ? മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്ക് നഷ്ടമെന്ന് പറഞ്ഞു നമ്മുടെ സ്പോൺസർ. രാജ്യത്ത് നമ്മൾ പറയുന്ന ഒരു ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യമൊന്നുമല്ല, ചെറിയ രാജ്യമാണ്. 2 എയർപോർട്ട് എവിടെ ആയുള്ളൂ. അതുപോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇവർ ഇത്രയധികം ഫൈറ്റ് ചെയ്ത ഒരു ലോകകപ്പ് നേടിയെടുത്ത ടീമുണ്ടെങ്കിൽ ഇവരോടുള്ള ആരാധന കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആരാധകർ ഇവരുള്ള വിശ്വാസം കൊണ്ട് ഇതല്ല നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് നഷ്ടപ്പെടുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഒന്ന് അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഏത് എൻഡ് വരെ പോകുന്ന വിധത്തിൽ നമ്മൾ നോക്കും. അതായത് മെസ്സി കേരളത്തിൽ വന്നില്ലെങ്കിൽ ആർക്ക് പോയി? മെസ്സിക്ക് പോയി. ആര് എപ്പോൾ ചോദിച്ചാലും മെസ്സി വരും കേട്ടോ എന്ന് തന്നെ സ്പോൺസർ പറഞ്ഞു. മെസ്സി വന്നാലുള്ള വമ്പൻ പ്ലാനും സ്പോൺസർ പറഞ്ഞു. കേരളം ഞെട്ടി. രാമനാട്ടുകരയിൽ നിന്ന് 50 കിലോമീറ്റർ റോഡ് ഷോ. ഈ ലോകകപ്പ് അർജന്റീന നേടിയപ്പോൾ അർജന്റീനയിൽ പോലും വെറും 2 കിലോമീറ്റർ ആയിരുന്നു റോഡ് ഷോ ഉണ്ടായത്. അത്രയും വലിയൊരു ഇവന്റ് പ്ലാൻ ചെയ്തത്. ആ ഇവന്റ് എന്ന് പറയുന്നത് അതാണ് 100 കണക്കിന് കോടി രൂപ മുടക്കുള്ള ഒരു ഇവന്റാണ്. ആ ഇവന്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടല്ല റിപ്പോർട്ടർ TV കണ്ടതും. അതുകൊണ്ടാണ് അവരുമായിട്ട് ആ രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 7-ാം തീയതി കേരളത്തിൽ നടക്കുന്ന അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടത്തിന്റെ മത്സര തീയതി കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 6 തുടങ്ങി 14 വരെയും നവംബർ 10 തുടങ്ങി 18 വരെയുള്ള 2 വിൻഡോ ഉള്ളത്. ആ വിൻഡോയിൽ കളി തരാമെന്നാണ് നമ്മളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. നവംബർ മാസത്തിലാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഒക്ടോബർ മാസത്തിൽ കളി തരാമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവർ പറഞ്ഞ പ്രകാരമുള്ള ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, മത്സരം നടക്കുന്ന കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ 70 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ യോഗം വിളിച്ച് സ്പോൺസർ അംഗീകാരം നൽകുന്നതും കേരളം കണ്ടു. എന്തിന്? കഴിഞ്ഞ ആഴ്ച വീണ്ടും സംശയങ്ങൾ ഉയർന്നു. കളിക്കാൻ സാധ്യതയില്ല എന്ന അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് തന്നെ കേട്ടു. പക്ഷേ സ്പോൺസർ ആരാ മോൻ? കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിയുടെ കഞ്ഞികുടി മുട്ടിക്കുമെന്ന് പറഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. ഇന്ന് ടിക്കറ്റ് വിൽപ്പന തുടങ്ങേണ്ട ദിവസമായിരുന്നു. ഇന്ന് സ്പോൺസർ വന്ന് പറയുക മെസ്സി വരില്ല കേട്ടോ എന്ന്. എന്തൊരു ഫൗൾ പ്ലേ ആണ്! നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത്
നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി പറയാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നും കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. വെള്ളയിൽ നീല വരയുള്ള ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ ഇനി എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വീഴ്ച വരുത്തിയ സ്പോൺസർ സന്ദർശനം മുടങ്ങിയതോടെ ഫിഫയെ ചാരി തടിയൂരാൻ ശ്രമിക്കുകയാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം പിന്നെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യാനത് ഞങ്ങളാണോ? പക്ഷെ സ്പോൺസർ ചില്ലറക്കാരനാണോ? ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും. നവംബർ വന്നില്ലെങ്കിൽ മാർച്ചിൽ വരും. അല്ല, ഞാൻ പറഞ്ഞറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് അടുത്ത ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിൻ്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ സ്പോൺസർ ആവർത്തിച്ചു പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ്. എന്തിനാണാവോ? പോരാത്തതിന് മാർച്ചിൽ മെസ്സി എവിടെ കളിക്കണമെന്ന് ഞങ്ങളുടെ സ്പോൺസർ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. വളരെ സില്ലി ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ആര്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും. അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ടർ ടിവിയും ഞാനും ഒരുക്കും. അത്ര ചോദിക്കാൻ പാടുമോ എന്നറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. ശരിക്കും മെസ്സി മാർച്ചിൽ വരുമോ? മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. കാരണം മാർച്ചിലെ ഇന്റർനാഷണൽ വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് 23 മുതൽ 33 വരെയാണ്. അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് മത്സരത്തിന് 2 മാസം മുമ്പ് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട് കളിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കളിയിൽ നിന്ന് അവർക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്? എത്രയോ റിസ്ക് ആയിരിക്കും. ഏതൊക്കെ മണിക്കൂർ 1 ഒരു റീൽ എന്ന് പറഞ്ഞ മെസ്സി വരും എന്ന് പറഞ്ഞത് സ്പോൺസറാണ്. കലൂരിലെ സ്പോൺസറുടെ സന്ദർശനമൊക്കെ കണ്ടപ്പോൾ കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന ഒരു ചെറിയ ഡൗട്ടും മലയാളികൾക്ക് തോന്നിയിരുന്നു. എന്നാലും മെസ്സി വരുമെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞത് അത് വി അബ്ദുറഹ്മാൻ ആണല്ലോ. അതുകൊണ്ട് മാത്രം എന്തേ മെസ്സി വരാത്തതെന്ന് മന്ത്രിയോടൊന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ല. നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തും. മന്ത്രിയും സ്പോൺസറും ദേഷ്യപ്പെടുന്നത് മാധ്യമങ്ങളോടാണ്. വരുമെന്ന് പറഞ്ഞതവർ, വരില്ലെന്ന് പറഞ്ഞതവർ. ചോദ്യം ചോദിക്കാനും പാടില്ല ഈ നാട്ടിൽ. വേണമെങ്കിൽ മെസ്സി മാത്രം വരുമെന്ന് പറയുന്നു ഇന്ന് മന്ത്രി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന, അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മുടെ ഇല്ല തന്നെ. ശരിയാണ്, മെസ്സി മിശിഹായൊക്കെ തന്നെ. പക്ഷേ സൗഹൃദ മത്സരം കളിക്കാൻ മെസ്സിയും കൂട്ടരും വരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പം പറയുന്നു വേണമെങ്കിൽ മെസ്സി ഒറ്റയ്ക്ക് വരുമെന്ന്. എന്നിട്ട് ഓസ്ട്രേലിയക്കെതിരെ മെസ്സി ഒറ്റയ്ക്ക് കളിക്കുമോ? അല്ല മിനിസ്റ്ററെ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട് നിങ്ങൾ എന്ത് പറയുന്നു?
നിരാശയാണ്. കാരണം മെസ്സിയുടെ നല്ല ആരാധകനായിരുന്നു, കാണണമെന്ന് പല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ടെൻഷനാണത് കാണാണ്ടാകുമ്പോൾ. ഇത്രയും ആഗ്രഹിച്ചിരുന്നിട്ട് കാണാണ്ടാകുമ്പോൾ പ്രശ്നമില്ല. എല്ലാവർക്കും ഇതായി വരാത്തതുകൊണ്ട്. ഇനി എനിക്കൊന്നും മെസ്സിൻ്റെ കളി നീട്ടി. ഏതായാലും ഖത്തറിൽ ഏറ്റവും അടുത്ത് ഖത്തറിൽ വേൾഡ് കപ്പ് വന്ന് അത് കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് കളി കാണാൻ പറ്റും, ആ ഒരു ആഗ്രഹം നല്ല അടിപൊളിയായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും മെസ്സി ഈ വർഷം കേരളത്തിൽ വരില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ മലയാളികളെ പറഞ്ഞു പറ്റിച്ച് നിരാശയിലേക്ക് തള്ളിവിട്ടതിൽ മന്ത്രിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ചോദ്യത്തോട് അകലം പാലിച്ചാൽ ചോദ്യങ്ങൾ ആവിയാവില്ലല്ലോ. ലയണൽ മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ കായിക മന്ത്രിയുടെ സ്പെയിൻ യാത്രയ്ക്ക് ചെലവായത് 13 ലക്ഷത്തിലേറെ രൂപയാണ്. ആദ്യം മന്ത്രി പറഞ്ഞത് മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് 1 രൂപ പോലും ചെലവില്ല എന്നാണ്. മന്ത്രി മാത്രമല്ല കേട്ടോ, കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും സ്പെയിനിൽ പോയിരുന്നു. സ്പെയിനിൽ പോയി വന്നിട്ട് അന്ന് മന്ത്രി പറഞ്ഞതുകൂടി നമ്മൾ കേൾക്കണം. ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവർ 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. പ്രേമികൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആരാധകരെ പറഞ്ഞു പറ്റിച്ചത് ആരാണ്? ഫുട്ബോൾ പ്രേമികളെ കബളിപ്പിക്കാനായി ഇനി പുതിയ അടവ്, അത് മാർച്ചാണ്. പക്ഷേ മാർച്ചിലെ അർജന്റീനയുടെ ഷെഡ്യൂളുകളും കേരളത്തിലെ സാഹചര്യവും അതിനനുകൂലമാണോ? തുടക്കം മുതലേ ഉള്ള അനിശ്ചിതങ്ങൾക്കൊടുവിലായിരുന്നു അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് തകൃതിയായ ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു സ്പോൺസറുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ. അതിനിടെ ഇന്ന് അർജന്റീന അതിലൊരു ഉറപ്പുവരുത്തുകയാണ്, സ്ഥിരീകരിക്കുകയാണ് കേരളത്തിലേക്ക് വരുന്നില്ല. നവംബറിലുള്ള ഒരേ ഒരു മത്സരം അത് അംഗോളയുമായാണെന്ന് അത് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. നേരത്തെ ഓസ്ട്രേലിയയും അർജന്റീനയുമായി നടത്താനിരുന്ന മത്സരം കേരളത്തിലെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കില്ല എന്ന് അർജന്റീന ഉറപ്പിച്ചു. പിന്നാലെ തന്നെ സ്പോൺസറും അത് സ്ഥിരീകരിക്കുന്നു. മറ്റൊരു വിൻഡോയ്ക്കായി ശ്രമം നടത്തുന്നു. ഫിഫയുടെ അനുമതി ലഭിച്ചില്ല നവംബർ വിൻഡോ എന്നാണ് സ്പോൺസർ വിശദീകരിച്ചത്. ഇനി ലോകകപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് ഒരു മത്സരം സാധ്യമാകുമോ എന്നുള്ളതാണ്. പറഞ്ഞ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് നവംബറിൽ തന്നെയായിരുന്നു ഏറ്റവും ഉത്തമം. ഇനി നവംബറിൽ നടന്നില്ലെങ്കിൽ മത്സരം നടക്കില്ല എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി ഇന്നത്തെ പ്രൈം എഡിറ്റോറിയലിലേക്ക്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ ചങ്ക് കൊടുത്ത് സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പുൽമൈതാനത്ത് നീലയും വെള്ളയും കുപ്പായത്തിൽ ആൽബിസലൈസ്റ്റുകൾ കുതിക്കുമ്പോൾ ആരാധകരുടെ ഹൃദയങ്ങൾ ഒരു പന്ത് പോലെ കുതിക്കൊള്ളും. കളിക്കളത്തിലെ മനോഹര ചലനങ്ങൾ അവരെ ആനന്ദിപ്പിക്കും. അവർ ആർത്തു വിളിക്കും, പരാജയങ്ങളിൽ കണ്ണീരണിയും. ആ തീവ്രാനുരാഗത്തെ വിറ്റ് കാശാക്കാനാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും കഴിഞ്ഞ 1 കൊല്ലമായി ശ്രമിക്കുന്നത്. മെസ്സിയും ഡിബുവും എൻസോയും അൽവാരസും നമ്മുടെ സ്വന്തം മണ്ണിൽ പന്ത് തട്ടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ലക്ഷക്കണക്കിന് കായിക പ്രേമികൾ. അവർക്ക് മുന്നിൽ നിങ്ങൾ ഈ പറയുന്ന തൊടുന്യായങ്ങളൊന്നും മതിയാകില്ല സാർ. മത്സര തീയതി അടക്കം പ്രഖ്യാപിച്ചപ്പോൾ ഫിഫ അനുമതി വേണമെന്ന കാര്യം അറിഞ്ഞിരുന്നില്ലേ നിങ്ങൾ? ഫിഫ അണ്ടർ 17 ലോകകപ്പ് നടത്തിയപ്പോൾ ഇല്ലാതിരുന്ന എന്ത് പോരായ്മയാണ് കൊച്ചി സ്റ്റേഡിയത്തിന് ഇന്നുണ്ടായത്? മാർച്ചിലെ അടുത്ത വിൻഡോ ആകുമ്പോൾ സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് തിരിച്ചെത്തുമോ? അന്ന് ഫിഫ അനുമതി നൽകുമെന്ന് ഉറപ്പുണ്ടോ? സോക്കർ പ്രേമികളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ ഈ നാടകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതെന്തായിരുന്നു? ഇതിനൊക്കെ സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തം കായിക വകുപ്പിനുണ്ട്. ഒരു നാടിനെ പറഞ്ഞു പറ്റിച്ചിട്ട് പിന്നെയും ഷോ ഇറക്കരുത്.